ഹായ് ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പ്രിൻസാട്ടൻ്റെ അമ്മാമ്മയൊക്കെ ഉണ്ടാക്കാറുള്ള പ്രിൻസാട്ടൻ പറയാറുണ്ട് എപ്പോഴും എന്ത് റെസിപ്പിയാ ചെമ്മീൻ വെച്ചുള്ള ചെമ്മീൻ്റെ ഒരുപാട് വെറൈറ്റി നമ്മൾ ഇട്ടിട്ടുണ്ട് ചാനലിലേക്ക് നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. മാങ്ങയായിട്ട് ഈ പ്രാവശ്യത്തെ എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മള് ചെമ്മീനും മുരിങ്ങക്കായും അതിന്റെ കൂടെ മാങ്ങയുണ്ട്. അത്രയധികം വിറ്റാമിൻസും അത് നമ്മുടെ ശരീരത്തിന് അത്രയധികം ഗുണം ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. നല്ല ടേസ്റ്റ്, നോ കോംപ്രമൈസ്. പഴയകാല ഒരു റെസിപ്പിയാണ്. കുറെ പേര് ഇപ്പോഴും ഉണ്ടാക്കുന്നതൊക്കെയാണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് അത് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾ നമ്മൾ കൊണ്ടുവരും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ വീഡിയോ മുഴുവനായി കണ്ടാൽ മാത്രം പോരാ, നിങ്ങളിത് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ കമൻസ് റിസൾട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നമ്മളിത് ചെയ്യണതെന്ന് വെച്ചാൽ വെറുതെ ഇത് കാണിച്ചു തരാമെന്ന് മാത്രമല്ല, മറ്റുള്ളവരിലേക്ക് ഇതിൻ്റെ ഒരു റെസിപ്പി എത്തിക്കാന്നുള്ളത്. ഒരുപാട് പേര് നമുക്ക് കുഞ്ഞു റെസിപ്പികളൊക്കെ ഇടുമ്പോൾ ഒരുപാട് പേര് എന്നെ അറിയുന്ന കുറേ പേരൊക്കെ ഇങ്ങനെ അയച്ചു തരാറുണ്ട് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു സന്തോഷമാണ്. എന്ന് വെച്ചാൽ നന്നായി ഉണ്ട് എന്ന് പറയുമ്പോൾ സന്തോഷം. അപ്പൊ നിങ്ങള് ചെമ്മീൻ ഇഷ്ടമുള്ളവര് ട്രൈ ചെയ്യും. അതെ, ഇതുപോലത്തെ റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ നമ്മള് ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കായും കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെമ്മീൻ ഇവിടെ 1/2 കിലോ തൊലി കളഞ്ഞ് ഞാരൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയിട്ട് അതിൽ കുറച്ച് മഞ്ഞളും ഉപ്പും ചേർത്ത് ഞാൻ തിരുമ്പി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ മുരിങ്ങക്കായ ഉണ്ടല്ലോ, മുരിങ്ങക്കായ 2 എടുത്തിരിക്കുന്നത്. തൊലി കളഞ്ഞിട്ട് ഈ ഒരു വലുപ്പം അങ്ങനെ നുറുക്കിയിട്ടിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മാങ്ങ 1 പച്ചമാങ്ങ എടുത്തിരിക്കുന്നത്. പുളിക്ക് വേണ്ടിയിട്ട് ഇത്തിരി കൂടി വേണമെങ്കിൽ 2 മാങ്ങയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് മാങ്ങയും പിന്നെ കുറച്ച് പുളിയും, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുതിർത്തിട്ടിട്ടുണ്ട്. ഉപ്പ് വേണം. സവാള, പച്ചമുളക്, ഇഞ്ചി, കുറച്ച് കറിവേപ്പില. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം ചെറുള്ളി എടുക്കാം. കാച്ചിടാൻ വേണ്ടിയിട്ട് ചെറുള്ളി, കുറച്ച് വേപ്പില, മുളക് പൊടി 2 ടീസ്പൂണും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. പിന്നെ നാളികേരത്തിൻ്റെ 2-ാം പാലും 1-ാം പാലും. ഒരു ചെറിയ നാളികേരം എടുത്തിട്ട് അതിൻ്റെ 2-ാം പാലും 1-ാം പാലും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അരച്ചും ചേർക്കാം കേട്ടോ. അരച്ച് ചേർക്കുമ്പോൾ ഈ പൊടികളെല്ലാം ഇട്ടിട്ട് അരയ്ക്കുക, അപ്പം നന്നായിട്ട് അരഞ്ഞു കിട്ടും. അപ്പം 2 തരത്തിൽ ഉണ്ടാക്കാം. അപ്പം നമ്മൾ ഇങ്ങനെ പാലൊഴിച്ചിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് വളരെ കുറച്ച് മതി, ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ മതി. ഇങ്ങനെ വെളിച്ചെണ്ണ ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കട്ടെ, ലാസ്റ്റ് കാച്ചിടാം. അങ്ങനെയായാലും ടേസ്റ്റ് ആണ്. ഇതൊന്നുകൂടി ടേസ്റ്റ് മതി, അത്രയും വെളിച്ചെണ്ണ മതി. ഇതിലേക്ക് നമ്മൾ സവാള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില. കുറച്ച് മൂത്താൽ മതി, അതായത് ബ്രൗൺ കളർ ഒന്നും ആവണ്ട, ലൈറ്റ് ആയിട്ട് ഒന്ന് വഴന്നു വന്നാൽ മതി. ഇതിലേക്ക് നമുക്ക് ഈ പൊടികൾ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെമ്മീൻ, മുരിങ്ങക്കായും മാങ്ങി, ഇനി ഇതിലേക്ക് ഇതൊക്കെ ഒരു മിനിറ്റ് മാത്രമേ വഴറ്റുള്ളൂ കേട്ടോ, തീ കുറച്ച് വെച്ചിട്ട്. ഇനി നമ്മൾ പുളിവെള്ളം അതും ചേർത്ത് കൊടുക്കാം. നാളികേരത്തിൻ്റെ 2-ാം പാൽ, ഇതിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ടും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായി ഇത് തിളച്ച് വരട്ടെ കേട്ടോ. നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി
ഈ മുരിങ്ങക്കായൊക്കെ ഒന്ന് ചെമ്മീൻ പെട്ടെന്ന് തന്നെ വേവും. മുരിങ്ങക്കായും കൂടി ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഏകദേശം മീനും അതുപോലെ മുരിങ്ങക്കായും മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അപ്പോൾ എന്താ വെച്ചാൽ ചെറുതായിട്ട് ആ എണ്ണ അങ്ങോട്ട് തെളിഞ്ഞു പോകുന്നുണ്ട്. ഇനി നമ്മൾ തൻപാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ തള വരുമ്പോൾ നമുക്ക് ചട്ടി ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി അതിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം. അതായത് ഈ ഉള്ളി മൂപ്പിക്കാനുള്ള, ഉള്ളി വേപ്പിലയും കൂടി മൂപ്പിക്കാനുള്ള വെളിച്ചെണ്ണ. അതൊക്കെ ഇട്ട് കൊടുക്കാം. നന്നായി ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണം കിട്ടും കറിക്ക്. കറിയുടെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ചെമ്മീൻ വെന്തുണ്ട്, എല്ലാം വെന്തുണ്ട്. നല്ല നല്ല മണാ. സൂപ്പർ കറിയാ. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെമ്മീൻ കിട്ടുമ്പോൾ, മുരിങ്ങക്കായ ഇപ്പോൾ കിട്ടാൻ നല്ല വില കുറവാണ്. അപ്പോൾ മുരിങ്ങക്കായും മാങ്ങയൊക്കെ ഇട്ടിട്ട്, അപ്പോൾ മാങ്ങ ഒരു ചെറിയ മാങ്ങ ഇട്ടാൽ മതി. നിങ്ങൾ അതിന് പകരം പുളി പിഴിഞ്ഞു വെച്ചാലും മതി കേട്ടോ. നല്ല ടേസ്റ്റാണ് കറിക്ക്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് ഈ ചെമ്മീൻ വിത്ത് മുരിങ്ങക്കായ കഴിക്കണം, തീർച്ചയായിട്ടും കഴിക്കണം. നല്ലൊരു എന്താ പറയുക രസക്കൂട്ടാണ്. നമുക്ക് ധൈര്യമായിട്ട് ഞാൻ പറയുന്നു ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ ദെൻ ബൈ ബൈ.